ത്രിയേക ദൈവത്തിന് സ്തുതി. ഈ പുതിയ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം 1 ദിനവൃത്താന്തം 24 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ ആണ്. ഇന്നത്തെ കുറിവാക്യം 1 ശമൂവേൽ 23 അധ്യായം 9 വാക്യം. പുരോഹിതനായ അബ്യാഥാരിനോട് ഏഫോദ് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. നോബിലെ പുരോഹിതനായ അഹീമേലെക്കിൻ്റെ മകനായിരുന്നു അബ്യാഥാർ. മഹാമനസ്കൻ, പിതാവ് ധനികൻ, പിതാവ് ഉദാരമതി എന്നിവയൊക്കെയായിരുന്നു അബ്യാഥാർ എന്ന പേരിൻ്റെ അർത്ഥം. ശൗൽ രാജാവ് നോബിലെ പുരോഹിതന്മാരെ മുഴുവൻ കൊന്നൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിക്കുകയും ദോവേഗിലൂടെ ആ കൃത്യം നിർവഹിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെട്ട ഏക വ്യക്തിയായിരുന്നു അബ്യാഥാർ. അത് 1 ശമൂവേൽ 22 അധ്യായത്തിൻ്റെ 20 വാക്യത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അഹീതൂബിൻ്റെ മകനായ അഹീമേലെക്കിൻ്റെ പുത്രന്മാരിൽ അബ്യാഥാർ എന്നൊരുത്തൻ തെറ്റിയൊഴിഞ്ഞു ദാവീദിൻ്റെ അടുക്കൽ ഓടിപ്പോയി. ഇങ്ങനെ അബ്യാഥാർ ദാവീദിനടുക്കൽ ഓടിയെത്തിയപ്പോൾ ഏഫോദും എടുത്തിരുന്നു എന്ന് 1 ശമൂവേൽ 23 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അഹീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ കെയിലയിൽ ദാവീദിൻ്റെ അടുക്കൽ ഓടി വന്നപ്പോൾ കൈവശം ഏഫോദ് കൂടെ കൊണ്ടുവന്നിരുന്നു. എന്തായിരുന്നു ഏഫോദ്? പുരോഹിതന്മാരുടെ സ്ഥാനവസ്ത്രം ആയിരുന്നു ഏഫോദ്. അത് 1 ശമൂവേൽ 2:18, 14:3, പുറപ്പാട് പുസ്തകം 28 അധ്യായം ഇവിടങ്ങളിലൊക്കെ നമുക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഭാവി കാര്യങ്ങൾ മുൻകൂട്ടി അറിയുവാനുള്ള ഒരു പ്രശ്നോപാധി കൂടെ ആയിരുന്നു ഏഫോദ്. അത് 1 ശമൂവേൽ 23 അധ്യായത്തിൻ്റെ 6, 9 വാക്യങ്ങളിലും 30:7 വാക്യത്തിലും നമുക്ക് കാണുവാൻ കഴിയും. സാധാരണയായി പുരോഹിതന്മാർ ധരിക്കുന്ന ലളിതമായ അങ്കിക്കും മഹാപുരോഹിതൻ ധരിക്കുന്ന സ്വർണ്ണനൂൽ, നീലനൂൽ, ധൂമ്രനൂൽ ഇവ ചേർന്ന മനോഹരമായ ചിത്രത്തയ്യലുള്ള പുറം കുപ്പായത്തിനും ഏഫോദ് എന്നാണ് പേർ പറയുന്നത്. അതുമാത്രമല്ല, ഏഫോദിനോട് ബന്ധിച്ച ഊറീം, തുമ്മീം എന്നിവ പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവിക വെളിപ്പാട് ലഭിക്കുന്നതിനുള്ള ഉപകരണങ്ങളായിട്ടും കരുതിയിരുന്നു. അത് പുറപ്പാട് പുസ്തകം 28 അധ്യായത്തിൻ്റെ 30 വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അബ്യാഥാരിൻ്റെ കൈവശമുണ്ടായിരുന്ന ഏഫോദ് വാങ്ങി അതിൻ്റെ സഹായത്തോടെ ഭാവി കാര്യങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് ദാവീദ് അന്വേഷിക്കുന്നതായും 1 ശമൂവേൽ 23 അധ്യായത്തിൽ കാണുന്നു. അതിനുശേഷം ദാവീദ് യെരൂശലേം പിടിച്ചടക്കിയതിനു ശേഷം പുരോഹിതനായിരുന്ന അഹീമേലെക്കിൻ്റെ മകനായ അബ്യാഥാർ ദാവീദിൻ്റെ പുരോഹിതനായിട്ട് നിയമിതനാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ദാവീദ് രാജാവിൻ്റെ കാലശേഷം ശലോമോൻ്റെ എതിരാളിയായ അദോനിയാവിൻ്റെ പക്ഷം ചേർന്നതിനാൽ അബ്യാഥാരിനെ അനാഥോത്തിലേക്ക് ശലോമോൻ നാടുകടത്തിയെന്നും കാണുന്നുണ്ട്. അനാഥോത്തുകാരനായ ഇരമ്യാവ് അബ്യാഥാരിൻ്റെ വംശപാരമ്പര്യത്തിൽ പെട്ട വ്യക്തിയായിരിക്കാം എന്നും ചരിത്രകാരന്മാർ കരുതപ്പെടുന്നു. പ്രിയമുള്ളവരെ, പുരോഹിത ശുശ്രൂഷയുടെ യഥാർത്ഥമായ അർത്ഥം ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ പുരോഹിതന്മാർക്ക് സംഗതമായ രീതിയിൽ ശുശ്രൂഷകൾ നിറപടിയായി നിറവേറ്റുവാൻ സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ പുരോഹിതന്മാർക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെയും അവിടുന്ന് രാജകീയ പുരോഹിത വർഗമായി നിയോഗിച്ചിരിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. ആയതിനാൽ അവിടുത്തെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കുവാൻ ഞങ്ങളെയും അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.